ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മളിങ്ങനെ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീയലും ചോറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഉച്ചക്കലത്തേക്ക് വേണ്ടിയുള്ള ലഞ്ച് ഇവിടെ റെഡിയാക്കുക. അപ്പം അമ്മയാണെങ്കിൽ ഇവിടെ തീയലിന് വേണ്ടി തേങ്ങ വറക്കുക. തേങ്ങയുടെ കൂടെ കുറച്ച് കൊച്ചുള്ളിയൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. മെഴുക്കുവരട്ടി വെച്ച എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തേങ്ങ ഇട്ടാണ് നമ്മളിപ്പോൾ വറക്കുന്നത്. അപ്പോൾ എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരു മഞ്ഞ കളറ്. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. പടവലങ്ങ തീയലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് കോലിഞ്ചി തല്ലാനുണ്ട്, അതുകൊണ്ട് നമ്മൾ രാവിലെ എല്ലാം റെഡിയാക്കും. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇവിടെ വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തീയൽ വെക്കാൻ വേണ്ടി പടവലങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ വാളംപുള്ളി പിഴിഞ്ഞ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൽ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ തേങ്ങ വറുത്ത ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, പച്ചമുളക്, പടവലങ്ങ ഇത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു, അതപ്പം അമ്മ അരിയുക പാത്ത് കിടന്നാൻ തോന്നല്ലേ. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പെട്ടെന്ന് നമുക്ക് അന്നേരം വാടിക്കിട്ടും പടവലങ്ങ ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിയുടെ പച്ച മണമൊക്കെ മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊടിയുടെയൊക്കെ പച്ച മണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇപ്പോൾ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർക്കണം. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മളിങ്ങനെ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ തേങ്ങയുടെ ആ എണ്ണയ്ക്കകത്താണ് ഇത് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങ അരച്ചെടുത്ത് തീയൽ വെക്കുമ്പോൾ തീയലിന് അടിപൊളി ടേസ്റ്റാണ്, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരച്ച തേങ്ങ ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും ആകട്ടെ.
അപ്പോൾ തേങ്ങയോട് ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ തീയിലിവിടെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തീയലിവിടെ റെഡി. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചോറ്, പടവലങ്ങ തീയൽ, ചിക്കന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. നമുക്ക് തീയൽ കൂട്ടി കഴിക്കാം. തീയലിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. തീയലും ചോറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പടവലങ്ങ തീയലിനാണ് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.